ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുവൈത്ത് ഷർക്കിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകാൻ പോണത്. നമ്മളിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 2 വീക്സ് ആയി. ഇതുവരെ ഫിഷ് മാർക്കറ്റ് ഒന്നും പോയിട്ടില്ല. നമ്മൾ അബു ഹലീഫാണ് താമസിക്കുന്നത്. അപ്പോൾ ഷർക്കിലേക്ക് സിറ്റിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയായിരുന്നു ഇന്ന് എന്തായാലും ഒന്ന് ഫിഷ് മാർക്കറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ ഫിഷ് മാർക്കറ്റുമായി ലോക്കൽ മാർക്കറ്റ് ഒന്നുമില്ല. ഇവിടുത്തെ മാർക്കറ്റ് തന്നെ കാണാൻ ഓൾമോസ്റ്റ് കൊട്ടാരം പോലെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ കാണുന്ന വ്യൂ കണ്ടില്ലേ. ഇവിടെ ഫിഷ് മാത്രമല്ല, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. വെറും ഫിഷ് മാർക്കറ്റ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഷോപ്പിംഗ് ഏരിയാസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് മെയിനായിട്ട് ഫിഷ് മേടിക്കാൻ തന്നെയാണ് പോകുന്നത്. നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണാം. ഇപ്പോൾ ഒരു 6 o'clock കഴിഞ്ഞുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് 5:30 ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ലൈറ്റൊക്കെ പോവും, ഇരുടാവും. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഷസു, അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഫിഷ് മാർക്കറ്റ് ഞാൻ മുന്നേ കണ്ടിട്ടില്ല. കുവൈത്തിലുള്ള മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. UAE പോയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുറേ മുന്നേ ആണ്. എനിക്ക് അത്ര ഓർമ്മ ഒന്നുമില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പലതരം ഫിഷ് കാണാം. പേരറിയാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേരറിയണ മീനൊക്കെ വളരെ കുറവാണ്. അയല, മത്തി, കോര, മാന്ത, ഐക്കോറ, ആവോലി, ഹമ്മൂറ്, അങ്ങനെ കുറച്ച് ഫിഷ്, എന്താ പറയുക, കൂന്തൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളെ പേരേ എനിക്കറിയുള്ളൂ. അപ്പോൾ പേരറിയാത്ത ഒരുപാട് മീൻ കണ്ടപ്പോൾ നമ്മൾ മേടിച്ചത് ഈ ഷോപ്പിൽ നിന്നാണ്. 198 എന്നാണ് മേടിച്ചത്. കാരണം ഹസ്ബൻഡ് റൂമിലേക്ക് എപ്പോഴും വാങ്ങിക്കാറ് ഇയാളുടെ അടുത്തു നിന്നാണെന്ന് പറഞ്ഞ് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ അവിടുന്ന് ഐക്കോറ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയി. ചെമ്മീൻ അവരുടെ അടുത്തില്ലേനും. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നേരെ ചെമ്മീനുള്ള ഏരിയയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് മീൻ വേറെയും കണ്ട്. ഷെസൂനൊക്കെ ഇത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ്. മോനും ഇതുപോലെ നാട്ടിലത്തെ മീൻ മാർക്കറ്റ് പോലും പോയിട്ടില്ല ആൾ. അപ്പോൾ നമുക്ക് നമ്മളെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനാണെങ്കിൽ ആൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വെറും 1 കിലോ ചെമ്മീനെ മേടിച്ചിട്ടുള്ളൂ. നല്ല അടിപൊളി ചെമ്മീനായിരുന്നു. 1.5 ദിനാറോ അങ്ങനെ എന്തോ ആണ് 1 കിലോ ചെമ്മീനിക്കായത്. അപ്പോൾ നല്ല വലുപ്പമുള്ള, അത്യാവശ്യം നല്ല സൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഞാനത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ചെമ്മീൻ നല്ല ചെമ്മീനായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഓരോ ഫിഷിൻ്റെ ഹണ്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു മീനോട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വലിയ സൈസൊന്നും അല്ലാതെ ഒരു മീഡിയം സൈസ് കിട്ടണം. എങ്ങനെ നോക്കിയാലും നമ്മളൊരു സൈസ് കിട്ടണമെങ്കിൽ മീൻ മാർക്കറ്റ് മൊത്തം തപ്പിയിട്ടാണ് ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രൈ പാനിൽ ഒതുങ്ങുന്ന ഒരു ഫിഷ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങിയത് ഒരു ശേരിയാണ്. ആ ശേരി ഇപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ മീൻ മുട്ട കണ്ടത്. ഞാൻ ഫിഷ് കഴിക്കാത്ത കാലത്തും എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ മീനിൻ്റെ മുട്ട എന്നുള്ളത്. അപ്പോൾ അത് ശേരീൻ്റെതോ ഹമ്മൂറിൻ്റെ ഏതിൻ്റെയോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ